മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഒരു ടോക്കിൻ്റെ മധ്യേ സമയത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് ഒരിക്കൽ സംസാരിക്കാനിടയായി. സമയം എങ്ങനെ ക്രമീകരിക്കണം? സമയം നമ്മുടെ കയ്യിലല്ല. നമുക്ക് വേണ്ടി സമയം കാത്തിരിക്കില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യാവുന്ന കാര്യങ്ങളും വി ഹാവ് ടു ഡു ആൻഡ് വാട്ട് വി ക്യാൻ ഡു, അത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മോശമാക്കുന്ന ഒരു ചിന്തയാണ് നമുക്ക് നാളെ ആവാം, പിന്നീടാവാം, തിരക്കിട്ടിപ്പോൾ അത് ചെയ്യേണ്ട സമയമായിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം പോലും ആയിട്ടില്ല. കാരണം നമ്മുടെയൊക്കെ ഒരു ധാരണ നമുക്ക് ധാരാളം സമയം ഇനി മുന്നോട്ട് കിടപ്പുണ്ട്. നമ്മുടെ ആയുസ് നാം തന്നെ അങ്ങ് നിശ്ചയിച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയും അതിനൊക്കെ ഇനിയും സമയം കിടപ്പുണ്ട്. സമയമുണ്ട്, പക്ഷെ നമുക്കതുണ്ടാവില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ സംഭാഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എന്തെങ്കിലും ഒരു പുതുവത്സര ചിന്തയില്ല, ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹത്തെ നശിപ്പിച്ചത് മുഴുവൻ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഒരാളുടെ. ഇഫ് യു ക്യാൻ ഡു എ തിങ് ടുമോറോ, വൈ ഡു യു ഡു ഇറ്റ് ടുഡേ? ഡു ഇറ്റ് ഓൺലി ടുമോറോ. നിങ്ങൾക്ക് നാളെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് എന്തിനാ ഇന്ന് ചെയ്യണേ? അത് നാളെ ചെയ്താൽ മതി. അങ്ങനെ അദ്ദേഹം നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറയുന്ന നാളെ നീളെ എന്നുള്ള അതിലേക്ക് പോയി. ഓരോ പുതുവത്സരവും അദ്ദേഹം വിചാരിക്കും, ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം, എല്ലാം ഒന്ന് ഓർഡറിലാക്കണം, എല്ലാത്തിനും സമയം കണ്ടെത്തണം, എല്ലാം അതിൻ്റെ സമയത്ത് തന്നെ ചെയ്യണം, ഒന്നും നീട്ടിവെക്കരുത്, പ്രൊക്രാസ്റ്റിനേഷൻ പാടില്ല എന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ മനസ്സിലെവിടെയോ ഇത് കിടക്കുകയാണ്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ടുമോറോ, വൈ ഡു ഐ ടുഡേ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സമയത്തെ ക്രമീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ഓർക്കൊണ്ടൊരു കാര്യം, നമ്മളെല്ലാവരും ഒരുപാട് പ്രതിജ്ഞകളോടുകൂടി ഒക്കെ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. ഞാൻ അത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ഇപ്പോൾ ചെയ്യും, അതെല്ലാം. പക്ഷെ നമ്മുടെ മനസ്സിലെവിടെയോ കിടക്കുകയാണ്, സമയമുണ്ടല്ലോ, ഇനി നാളെയും ചെയ്യാമല്ലോ, ഇതിനൊക്കെ എന്തൊരു സമയം ഇനി മുന്നോട്ട് കിടക്കുന്നു, അതൊക്കെ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി സമയമുണ്ട്, അനന്തത വരെ സമയം അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമയം ഇപ്പോഴാണ്, ഈ കേൾക്കുമ്പോഴാണ്, ഇത് മനസ്സിലാക്കുമ്പോഴാണ്, ഇത് ഉൾക്കൊള്ളുമ്പോഴാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് യു അക്സെപ്റ്റ് ദാറ്റ് ദിസ് ഈസ് ദ ടൈം ആൻഡ് ദിസ് ഈസ് മൈ ടൈം, ദെൻ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് പിന്നീടാവാം എന്ന് വിചാരിക്കുന്നത് നമുക്ക് സമയമുണ്ടെന്ന് കരുതിക്കുമ്പോഴാണ്. സമയം നമ്മുടെ കയ്യിലല്ല, അത് ദൈവത്തിൻ്റെ കയ്യിലാണ്, സൃഷ്ടാവിൻ്റെ കയ്യിലാണ്. ദൈവം അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് നമുക്ക് അനുവദിച്ച് തന്നാൽ മാത്രമേ എനിക്ക് സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്നുള്ള ഈ സമയം ദൈവം എനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ നൗനെസ് എന്നുള്ള കൺസെപ്റ്റാണത്. അപ്പോൾ ഇപ്പോഴെന്നുള്ള സമയം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന് എന്നൊരു ദിവസം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി പൂർത്തിയാക്കാനുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം, ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, വീട്ടാനുള്ള കടങ്ങൾ വീട്ടണം, ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കണം, ക്ഷമ ചോദിക്കാനുള്ളവരോട് ക്ഷമ ചോദിക്കണം. അങ്ങനെ നമുക്ക് ആർക്കറിയാം അടുത്ത ദിവസം നമ്മുടെ കയ്യിലുണ്ടോ ഇല്ല എന്നുള്ളത്? അതിപ്പോഴാണ്. അത് പിന്നീടാവാം, കുറച്ചും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ടാവാം. ഒരിക്കലും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് എന്നുള്ളൊരു ദിവസം എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നാളെ എനിക്ക് ഇല്ല എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നാളെ എന്നുള്ളത് എനിക്ക് ഇല്ല എന്നുള്ള ചിന്തയോടെ
ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ നന്നാവാൻ ഏറ്റവും നല്ലൊരു മാർഗം. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡേ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന 22 ജനുവരി ആണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലാസ്റ്റ് ദിവസം എന്നുള്ള ചിന്തയോടുകൂടി നമുക്കൊന്ന് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാം, ചെയ്തു തീർക്കാം. നാളെ ഇന്ന് ഉള്ള ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിലും ഇന്നത്തോടുകൂടി എനിക്ക് ചെയ്യാവുന്നവ ഞാൻ ചെയ്തു എന്നുള്ള സംതൃപ്തിയോടുകൂടി ഇന്ന് രാത്രി ദൈവം അനുവദിച്ചാൽ ഉറങ്ങാൻ പോകാൻ നമുക്ക് കഴിയട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. അങ്ങനെയുള്ളൊരു ചിന്ത മാത്രമേ മനുഷ്യനെ നന്നാക്കാൻ ഉപകരിക്കൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ശക്തവും വ്യക്തവുമായിട്ട് ഇത് പറയാനിടയായത്. ഭാഷ കടുപ്പമായി പോയെങ്കിൽ ക്ഷമിക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ലഭ്യമാണ്. ഉടൻ ഡൗൺലോഡ് ചെയ്യൂ.